തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിലൊരു യാത്രയിലുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി. സാഗർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ബീന എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ഞാൻ ഒരു യാത്ര ആരംഭിച്ചു. ഏകദേശം 1:30 സമയം ഉച്ചയ്ക്ക്. ഞാനുണ്ട്, എൻ്റെ കൂടെ ഞാനുമായി ബന്ധപ്പെടാത്ത ഒരു ഫാമിലി ഇരിക്കുന്നുണ്ട്. എനിക്ക് മുൻപിൽ ഒരു അമ്മയും കുഞ്ഞും ഇരിക്കുന്നുണ്ട്. ആ കുഞ്ഞിന് ഏകദേശം 1 വയസ്സ് അല്ലെങ്കിൽ മാക്സിമം 1.5 വയസ്സ് ആയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ് കരയുന്നു. കരഞ്ഞപ്പോൾ ഈ അമ്മ ഒരു താരാട്ട് പാട്ട് പാടി. അത് കാതിനിമ്പമില്ല, എല്ലാ അമ്മമാരും പാടുന്നതാണല്ലോ ഓ എന്നുള്ളത്. കുട്ടി അല്പസമയത്തേക്ക് മൗനം ആരംഭിച്ചു. വീണ്ടും കുഞ്ഞ് കരഞ്ഞു. വീണ്ടും ഇത് തന്നെ അമ്മ ആവർത്തിച്ചു. 3ാമതും ഈ കുഞ്ഞ് കരഞ്ഞു. അപ്പോൾ ഈ അമ്മ ചെയ്തത് ഈ കുഞ്ഞിനെ ഒന്ന് നന്നായി വേദനിക്കുന്ന വിധത്തിലൊന്ന് തല്ലി. ഞാനുൾപ്പെടെ ഈ ബോഗിയിലുണ്ടായിരുന്ന എന്നുകൊണ്ട് ഈ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു മനസ്സിന് വിഷമം തട്ടുന്ന വിധത്തിലാണ്, ഒരു അരോചകം ഉണ്ടാകുന്ന വിധത്തിലാണ് ഈ കുഞ്ഞ് കരഞ്ഞത്. അപ്പം ഞങ്ങൾ വളരെ രൂക്ഷമായി ഈ സ്ത്രീയെ നോക്കി. അപ്പോൾ ഈ സ്ത്രീ ചെയ്തത്, ഈ സ്ത്രീയുടെ ഒരു പേഴ്സ് ഈ സ്ത്രീ എടുത്തു. അതിൽ നിന്ന് തിളങ്ങുന്ന ഒരു കവറെടുത്തു. ആ കവറ് പൊട്ടിച്ചു. അതിൽ നിന്ന് എന്തോ സാധനം കയ്യിലിട്ട് ഒന്ന് തിരുമ്മി കൊണ്ട് കുറച്ച് സാധനം ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ചെടുത്തു. ബാക്കി തട്ടിക്കളഞ്ഞു. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ കീഴ്ചുണ്ടിലേക്ക് അത് വെച്ചു കൊടുത്തു. ഞങ്ങളെല്ലാവരും വളരെ ആശ്ചര്യത്തോടു കൂടി ഈ കുഞ്ഞിനെയും ഈ അമ്മയെയും നോക്കി. എനിക്ക് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ട ഒരു നാട്ടിലല്ല ഞാനായിരിക്കുന്നത്. എന്നിരുന്നാലും എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ആ ഫാമിലിയിലുള്ള കുടുംബനാഥൻ ആ സ്ത്രീയോട് ഇങ്ങനെ ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ സ്ത്രീ അതിന് മറുപടി പറഞ്ഞു, ആജ്കൽ യേ സബ് ചലത്തെ ഹെ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലൊക്കെ ഇത് നടക്കുന്നതാണ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് എന്നാണ് ഈ അമ്മ പറഞ്ഞത്. ഇതിനിടയിൽ ഈ കുഞ്ഞ് ഒന്ന് മയങ്ങി. ഞാനപ്പോൾ വാചാലമായി. കാരണം ഈ കുഞ്ഞിനുണ്ടാകുന്ന ബ്രെയിൻ ഡാമേജിനെ കുറിച്ചൊക്കെ ഞാൻ വാചാലമായി അതിനോട് സംസാരിച്ചു. പക്ഷെ ആ സ്ത്രീ അതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഓടണം എന്നൊക്കെ നമ്മൾ പറയുന്നവരാണ്, മാറണം എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ മാറ്റങ്ങളൊന്നും ഒരു നാറ്റമാകരുത്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന വിധത്തിലുള്ള മാറ്റങ്ങളൊന്നും നമ്മുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ഈ കാലഘട്ടം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യാനുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നതും സമൂഹം ആഗ്രഹിക്കുന്നതും ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വസ്തുക്കളോ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തികളോ ഈ കാലത്തിൻ്റേതാണ്, ഈ കാലഘട്ടത്തിൻ്റേതാണെന്ന് പറഞ്ഞ് നമുക്കാർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം നന്മ എന്ന് പറയുന്ന വലിയ സത്യം
എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ മാറ്റമില്ലായ്മ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം